നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകണം, സുഖമായിട്ടിരിക്കണം. ഇന്നൊരു ഞായറാഴ്ചയാണ്. രാവിലെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നല്ല ചൂട് വരുന്നുണ്ട്. അപ്പം കുളിച്ചു, ഭഗവാന് വിളക്കൊക്കെ വെച്ചു. ഇനി അടുക്കളയിലേക്ക് കയറാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പുട്ടും ചെറുപയറുമാണ്. അപ്പം നമുക്കിനി അത് ഉണ്ടാക്കാൻ നോക്കാം. അത് കഴിഞ്ഞ് ഉച്ചക്കലത്തെ ലഞ്ച്, ഉച്ചഭക്ഷണം റെഡിയാക്കണം. അപ്പം അതെന്താ വേണ്ടതെന്ന് ആലോചിക്കണത്. എന്തായാലും മുരിങ്ങയില വെച്ചിട്ട് പുതിയൊരു തരത്തിലൊരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാനത് നാളൊരു തമിഴ് ചാനലിൽ കണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാനതൊന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതുണ്ടാക്കണം, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അടുക്കളയ്ക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയറുമാണ്. അപ്പം പുട്ട് കുറച്ച് പൊളിഞ്ഞു വരും, കുറച്ച് വേണ്ടു എനിക്ക്. രാവിലെ ചെറുപയറാണ് ഞാൻ നിറയെ കഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല ചെറുപയർ കറിയാണ്. ചെറുപയർ നമുക്ക് പോഷക സമൃദ്ധമാണ്. അപ്പം നമുക്കതൊന്ന് കഴിക്കാം. എന്നിട്ട് വേണം ഉച്ചയ്ക്കുള്ള കറികളൊക്കെ വയ്ക്കാം. ഇന്ന് സൺഡേ അല്ലേ, സൺഡേ കുറച്ച് ലേറ്റായി. കൂടി കഴിഞ്ഞ് ഭഗവാന് വിളക്ക് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ തന്നെ കുറച്ച് ലേറ്റായി. അപ്പം ഞാൻ അതൊന്ന് കഴിക്കട്ടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും തമ്മിൽ ഗ്രേറ്റ് ചെയ്തിട്ടേ ഒരു തോരനുണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം അതുണ്ടാക്കി കഴിഞ്ഞു. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മുരിങ്ങയുടെ ഇല ഒരു പുതിയ തരത്തിൽ വയ്ക്കാം. ഇത് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. മുരിങ്ങയുടെ ഇല എങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അതെങ്ങനെയാണ് വെക്കണത് ഞാൻ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് കാണിച്ചു തരാം. അപ്പം മുരിങ്ങയുടെ കറി ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുരിങ്ങയുടെ ഇല ആദ്യം തന്നെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 2 തക്കാളി, മസൂർ ദാള്, 2 ഉള്ളി ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ മതി കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക. വിസിൽ വരുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലാക്കാം. 3 വിസിലായിട്ട് ഇത് നന്നായിട്ട് വെന്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേസമയം തന്നെ നമുക്ക് ഒരു പാൻ വെക്കുക. എന്നിട്ട് അതിലത്തെ വെള്ളം വറ്റി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതെങ്ങനെയാണ് കാണിച്ചു തരാം. വെള്ളം വറ്റട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ മതി കേട്ടോ. ഈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് ഫ്രൈ ആവണം. നമ്മുടെ സാമ്പാറിന് വറക്കണം അതേ പാകം. ചോക്കന വറുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 സ്പൂണ് മുളക് പൊടിയും 1.5 സ്പൂണ് മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ വേവിക്കാൻ വെച്ച പരിപ്പിലിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. അത് കാരണമാണ് അതിലിട്ടത്. ഇത് ഞാൻ വറുത്തിട്ട് അരച്ചെടുത്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. വീഡിയോ ലെങ്തി ആവാതെ ഇരിക്കാനാണ് അധികം ഞാൻ എടുക്കാത്തത്. അപ്പം നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. ഓ, നമ്മുടെ പരിപ്പും തക്കാളിയും എല്ലാം നന്നായി വെന്തിരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് ഈ മസാല കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അരച്ചു വെച്ച മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മസാല ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ മുരിങ്ങയുടെ ഇല ഇടണ്ടൂ കേട്ടോ. ഞാൻ കുറച്ച്
നിങ്ങളോട് പറഞ്ഞില്ലേ ചേർത്തിട്ടുള്ളൂ എന്ന് മസാല, അത്ര ആവശ്യമുള്ളൂ. ഇത് ഇനി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ഇതിലേക്ക് ഒഴിക്കട്ടെ. ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കഴുകി വെച്ചാൽ മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം. മുരിങ്ങയുടെ ഇല കഴുകിയിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു അരിപ്പയിലാക്കി വെച്ചാൽ മതി. അപ്പം നല്ല ക്ലീൻ ആവും. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. മുരിങ്ങയുടെ ഇലയ്ക്ക് ചെറിയൊരു വേവേ ആവശ്യമുള്ളൂ കേട്ടോ. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി വയ്ക്കാം, എന്നിട്ട് വറുത്തിടാം. ഇത് വെന്തു, ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം, എന്നിട്ട് വറുത്തിടാം കേട്ടോ. നെയ്യിലാണ് വറുത്തിടുന്നത്. നെയ്യ് മെൽറ്റ് ആവട്ടെ. നെയ്യ് മെൽറ്റായി. ആദ്യം നമുക്ക് മുളക് പൊട്ടിച്ചിടാം. കടുക് പൊട്ടിക്കോളും തന്നെ. അത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയും കൂടി കണ്ട് വറുത്തിടാം. ഈ സൈഡിൽ നിന്ന് കടുക് പൊട്ടുമ്പോഴേക്കും നമുക്കിവിടെ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി മതി കേട്ടോ. അപ്പോൾ മുളക് മൂക്കും, കടുക് പൊട്ടും, ഇവിടെ ഉള്ളി മൂത്തോളും. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്തു, കടുകൊക്കെ പൊട്ടി, നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. നമ്മുടെ അടിപൊളി കൂട്ടാൻ ഇവിടെ റെഡിയായി. നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി എനിക്ക് മീൻ വറുക്കാനും കൂടിയേ ഉള്ളൂ. മീൻ വറുത്താൽ നമുക്ക് ഊണ് കഴിക്കാം. ലഞ്ച് റെഡിയായി. അപ്പോൾ എനിക്ക് നല്ല വിശക്കുണ്ട്. ഞാൻ ഊണ് കഴിക്കട്ടെ കേട്ടോ. നമ്മുടെ മുരിങ്ങയുടെ ഇല കൂട്ടാൻ സ്പെഷ്യൽ അതാണ് ഊണിന്. പിന്നെ മീൻ വറുത്തതുണ്ട്. എൻ്റെ ഫേവറേറ്റ് ബീട്രൂട്ട് ക്യാരറ്റ് തോരനുണ്ട്. അതിൽ നന്നായിട്ട് തേങ്ങയിട്ടാക്കി ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു സ്മെല്ലാണല്ലോ തേങ്ങയൊക്കെ ഇട്ട. അപ്പോൾ അത് മാത്രം മതി എനിക്ക് ഊണ് കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം. നിങ്ങളുടെ ഊണ് കഴിച്ചിട്ടുണ്ടാവും അല്ലേ? എൻ്റെ ഊണാവാൻ 2:15 നേരം. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ.